ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഇന്നത്തെ ദിവസം എങ്ങനെ പോയി? ഇന്ന് പോരാടാണ്, നാളെ ഉത്രാടാണ്, മറ്റന്നാൾ തിരുവോണമാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. ഞാനപ്പോൾ ഇന്ന് സ്വാമിയുടെ ഒറാക്കിൾ കാർഡാണ് കേട്ടോ എടുക്കുന്നത്. ഇന്നലെയും ഞാൻ ഈ ഒറാക്കിൾ കാർഡ് തന്നെയാണ് എടുത്തത്. ഈ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് എന്ത് നിർദ്ദേശമാണ് സ്വാമിക്ക് നൽകാനുള്ളത്? നമുക്ക് സ്വാമിയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം കേട്ടോ. രണ്ട് കാർഡ് എടുത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യത്തെ കാർഡ് കിട്ടിയിരിക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ഗൈഡൻസ്. പ്രതീക്ഷിക്കാത്ത സമയത്ത് കിട്ടുന്ന നിർദ്ദേശങ്ങൾ, അപ്രതീക്ഷിതമായ നമുക്ക് ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങളെ കൈക്കൊള്ളുക എന്നാണ് സ്വാമി ഇവിടെ പറയുന്നത്. സ്വാമിക്ക് സ്വാമിയുടെ ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പല ഇടത്തിൽ നിന്നുള്ള സഹായങ്ങൾ സ്വാമിക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? അപ്പോൾ അതേപോലെ തുറന്ന മനസ്സോടെ ഇരിക്കുക. അപ്രതീക്ഷിതമായ ചില നിർദ്ദേശങ്ങളും ചില ഗൈഡൻസും നിങ്ങൾക്ക് യൂണിവേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അത് മേ ബി ചിലപ്പോൾ ഒരു ടാരോയിൽ കൂടെ ആവാം, അല്ലെങ്കിൽ നല്ല നല്ല ഗുരുക്കന്മാരുടെ അടുത്തു നിന്നാവാം, അല്ലെങ്കിൽ നല്ല നല്ല അറിവുള്ള വ്യക്തികളുടെ അടുത്തു നിന്നായിരിക്കാം. അപ്പോൾ എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇരിക്കുക, നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക എന്നാണ് സ്വാമി ഇവിടെ പറയുന്നത്. ബി റിസെപ്റ്റീവ് ടു മെസ്സേജസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. പല ഉറവിടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ചിലപ്പോൾ നിർദ്ദേശങ്ങൾ ലഭിച്ചേക്കാം. അതിനെയെല്ലാം സ്വീകരിക്കുക, നല്ലതിനെ മാത്രം സ്വീകരിക്കുക എന്നാണ് സ്വാമി ഇവിടെ പറയുന്നത്. റെമഡി പറയുന്നത് മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കുക. പല നിർദ്ദേശങ്ങളും പല ഉറവിടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, പക്ഷെ അപ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യേണ്ട ചുമതല ആരുടെയാണ്? നിങ്ങളുടെയാണ്. അപ്പോൾ മനസ്സ് ഓപ്പണാക്കി വയ്ക്കുക, വൈഡാക്കി വയ്ക്കുക, നല്ല നല്ല നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതെല്ലാം സ്വീകരിക്കുക എന്നാണ് സ്വാമിയുടെ പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാർഡ് ഷോ കമ്പാഷൻ. കമ്പാഷൻ എന്ന് പറഞ്ഞാൽ കരുണ, ദയ ഉള്ളവനായിട്ടിരിക്കുക. മറ്റ് സഹജീവികളോട് ദയ ഉള്ളവനായിട്ട് ഇരിക്കാനാണ് സ്വാമി പറയുന്നത്. സ്വാമിയുടെ എല്ലാം ത്യജിച്ചിട്ടാണ് രാമന് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായ സേവനമാണ് സ്വാമി ചെയ്തത് ഇല്ലേ? സ്വാമി അത്രയ്ക്ക് കരുണയോടെ, അത്രയ്ക്ക് സ്നേഹപൂർവമായിട്ടാണ് രാമനെ സേവിച്ചത്. അപ്പോൾ കരുണ ഉള്ളവനായിട്ടിരിക്കുക എന്നാണ് സ്വാമിക്കും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ലിവ് എ ലൈഫ് ഓഫ് കൈൻഡ്നെസ്. കരുണയുള്ള ഒരു മനസ്സിനുടമയായിട്ട് കരുണയെ മുറുക്കെ പിടിച്ച് നിങ്ങളുടെ അടിസ്ഥാന മൂല്യമായി ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കരുണയുള്ളവനായിട്ടിരിക്കുക, മറ്റുള്ളവരുടെ അടുത്ത് കരുണ കാണിക്കുക, നിങ്ങൾക്ക് പറ്റുന്നത് പോലെ അവർക്ക് സേവനം ചെയ്യുക എന്നാണ് സ്വാമി ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ടാറ്റാ.